വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം? വർക്കൗട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ശമ്പളമൊന്നും മുടക്കുന്നില്ലല്ലോ? തന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? അടുത്ത പരോൾ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഞാൻ തന്നെ ചേർക്കും. അല്ല, നിങ്ങൾ എന്തായാലും ഇപ്പൊ ഇവിടെ പിടിച്ചിരുത്തേക്കുന്നത്? സാറേ, വാണ് കൊടുക്കാൻ പോളി വെച്ചപ്പോ അമ്മ തരണ്ടേ? അതാരാണ് പൊട്ടിക്കേണ്ടി വന്നത്? അവിടെ പിടിച്ചിരുത്തേക്കുന്നത്. വെരി ഗുഡ്. പരോളില്ല കരോളില്ല, പോയി നിൽക്കണം അവിടെ. ഇവനാണോ കിട്ടി സാറാ? എടോ പുലിത്തോല് ഗോപി. ബുദ്ധി വേണോടാ, ബുദ്ധി. ഞാനൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നീ ആരുടെ കളിക്കൂടെ? അല്ല, എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എത്തിയാവോ? പ്രൈവറ്റ് ജോലിയല്ലേ? നിനക്ക് അതുപോലല്ലോ. മിണ്ടണ്ട. എടാ, നെക്സ്റ്റ് മന്ത് ഒരു മന്ത് ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാകുമ്പോളാ ഇന്ന് കളിച്ചേടാ. ചേടാ, ഒരു ജോലി കിട്ടിയപ്പോഴേക്ക് നീ വലിയ ആളായ നിനക്ക് എല്ലാ കാര്യം പറയൂ. എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഷൂട്ട്. 2 കുട്ടികൾ അവരൊരേ സമയത്ത് ജനിച്ചു, പക്ഷെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ വേറെ. എങ്ങനെ? കലണ്ടർ നോക്കിയപ്പോ മാറിപ്പോണ്ടാവും. Come on man, think, use your brain. തോറ്റ്. സിമ്പിൾ ആൻസർ. എടാ, അവർ രണ്ടുപേരും ജനിച്ചത് 2 രാജ്യത്താണ്. They are 2 different countries. 2 രാജ്യത്താണ് 2 സമയമായില്ലേ? എടാ, അതെങ്ങനെയാടാ? അതൊരു മൊമെന്റ് അല്ലേ, ഒരു സമയം. ഗ്ലോബ് കണ്ടിട്ടില്ലേ നീ വട്ടത്തിൽ? എടാ, ഇതാണ് കണ്ടി. ഇത് ആന്റണി. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. താമസം ഒരുമിച്ച്. ലൈൻ. ഓ, സമ്മതിക്കണം കേട്ടോ. കളിച്ച് ക്ഷീണിച്ചുകൊണ്ട് തിളച്ച ചായയൊക്കെ വലിച്ചു തരണം. എന്താ ചായക്കൊരു കുഴപ്പം? നല്ല ക്ഷീണിച്ച് വരുമ്പോണ്ടല്ലോ, നല്ല കടുപ്പത്തിലും മധുരം കൂട്ടി വീശി അടിച്ച ചായ ഇങ്ങനെ കൊണ്ടുവന്ന് നൂതി കുടിച്ചോട്ടല്ല കണ്ട ആ ഉന്മേഷം ചായക്ക് മാത്രമേ കിട്ടും. എന്തുന്മേഷം എന്ന് പറയണം? നീ ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ നല്ല നാരങ്ങയൊക്കെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിനകത്ത് ഇത്തിരി നന്നാരിയൊക്കെ ഒഴിച്ച് ഒരു തോടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ മടിച്ച് സാധനം എടുത്തിട്ട് കുടിക്കുമ്പോൾ അതിങ്ങനെ ഇറങ്ങി കിട്ടുന്ന സുഖമുണ്ടല്ലോ. എന്തത്? സോഡയുടെ ഗ്യാസ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തിനാ വന്ന കാര്യം പറ. അതെനിക്ക് ഇവിടെ കൊച്ചിയിലൊരു മെഡിക്കൽ എക്യുപ്മെന്റ് കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് ജോലി കിട്ടി. ആഹാ, അടിപൊളി. അതിന് ഞങ്ങൾ എന്ത് വേണം? അല്ല, ഞാൻ ഇവിടം വരെ വന്നിട്ട് നിന്റെ കൂടെ താമസിച്ചില്ലെങ്കിൽ നാട്ടുകാരൊക്കെ എന്ത് പറയും? നാട്ടുകാരൊന്നും ഒന്നും പറയാൻ പോലടാ. നീ ജീവിച്ചിരിക്കണ്ടോന്ന് പോലും ഒരു മൈൻഡ് ചെയ്യണം. അതെ, നിന്റെ ലിക്വിഡ് മണി ഉണ്ട് കൊടുക്കാൻ. ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെ? അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓഹോ, വേണ്ട. അതൊക്കെ സാറിനൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? പിന്നെ എനിക്ക് കുറച്ച് ഉളുപ്പുണ്ട്. നാണം കെട്ട് പുറമെ നടന്ന് ചോദിക്കാൻ വയ്യ. സാർ എന്നെ കൊടുത്താൽ മതി. എന്നാ ചേട്ടാ, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താ കേട്ടാ. ഇന്നെ ചെയ്യൂല്ലോ അല്ലേ? പിന്നില്ലാണ്ട്. ഇല്ലെങ്കിൽ ഇതൊക്കെ എന്റെ കണക്കിലാണ്. ചെയ്തിരിക്കും. ഇവന്റെ അല്ലേ കൂട്ടുകാർ, ഇവൻ ചെയ്യും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആദ്യം നീ പറഞ്ഞ ഞാനൊന്ന് കേക്ക്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഞാൻ കേട്ടാ മതി. അല്ല, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. നമുക്കൊരു 1,20,000 രൂപ കിട്ടുന്ന സ്കീമാണെങ്കിലോ? എന്ത്? എടാ, അതായത് നമ്മൾ മാസം 10,000 രൂപ സേവ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ വർഷം 1,20,000. കണക്കൂട്ടില് ശരിയാണ്, പക്ഷെ മാസം 10,000 വെച്ച് സേവ് ചെയ്താലല്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞതിന്റെ പ്രസക്തി. നമ്മൾ ഈ മാസം തൊട്ട് 10,000 രൂപ സേവ് ചെയ്യുന്നു. കാരണം ഈ ഫ്ലാറ്റിന്റെ റെന്റ് ഇനി തൊട്ട് വെറും 5,000 രൂപയാണ്. അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? മാസം ആദ്യമേ 15,000 രൂപ അമേരിക്കക്കാരന്റെ അക്കൗണ്ട് ഇട്ട് കൊടുത്തില്ലേ, അയാൾ പിടിച്ച് വെളിയിലാക്കും. അത് കൊടുത്തില്ലെങ്കിലല്ലേ? കൃത്യം 15,000 രൂപ നമ്മൾ 1-ാം തീയതി ഇട്ട് കൊടുക്കും. 5,000 രൂപ നമ്മൾ ഇട്ടാൽ മതി. 10,000 രൂപ അവൻ ഇട്ടോളും. പക്ഷെ അവനോട് നിർത്തണം.